SIR പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യപ്പെട്ടുവെന്ന് ആരോപിച്ച് പശ്ചിമബംഗാളിലെ മാൾഡയിൽ വീണ്ടും സംഘർഷം. പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു. ഇന്നലെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 18 പേർ അറസ്റ്റിലുമായിരുന്നു. വിഷ്ണുപ്രസാദ് ചേരുന്നുണ്ട്. അതിന് ആ ദൃശ്യം ഒന്ന് കാണാം. വിഷ്ണുപ്രസാദ്, ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഒരു സമയമാണ്. ഈ അക്രമം എവിടെയാണ് നടക്കുന്നത്? ആരുടെ നേതൃത്വത്തിലായിരുന്നു? കൈവിട്ടു പോയോ? പ്രജീഷ, പശ്ചിമ ബംഗാളിലെ SIR പട്ടികയിൽ പേര് നീക്കം ചെയ്യപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ 2 ദിവസമായി പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയെ തന്നെ വലിയ രീതിയിൽ ചോദ്യചിഹ്നത്തിലാക്കിയിരിക്കുന്നത്. പ്രധാനമായും മാൾഡയിൽ ഉൾപ്പെടെ 60 ലക്ഷം പേരുടെ കാര്യമായിരുന്നു തുലാസിലുണ്ടായിരുന്നത്. അതായത് SIR വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത പശ്ചിമ ബംഗാളിലെ 60 ലക്ഷം പേരിൽ 47 ലക്ഷം അപേക്ഷകളാണ് ഇതുവരെ തീർപ്പാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ 45% പേരെ പുറന്തള്ളിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അപേക്ഷ നിരസിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ കൃത്യമായ കണക്ക് ഈ മാസം 7-ാം തീയതി വീണ്ടും കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ് ഈ പ്രത്യേക ജുഡീഷ്യൽ സമിതി. എന്നിരുന്നാൽ തന്നെയും അതിനു മുന്നേ തന്നെ ആളുകൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. പേര് നീക്കം ചെയ്യപ്പെട്ടവരാണ്, തങ്ങളുടെ പേര് വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇവരായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ 8 മണിക്കൂർ നേരത്തേക്ക് ബന്ദികളാക്കി വെച്ചിട്ടുമുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്നിപ്പോൾ സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം പശ്ചിമ ബംഗാൾ സർക്കാരിന് കേൾക്കേണ്ടി വന്നു. പ്രധാനമായും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച നടപടി ക്രിമിനൽ കോടതിയെ ലക്ഷ്യമാണ് എന്നത് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പശ്ചിമ ബംഗാളിൽ നടക്കുമ്പോൾ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും അവിടെ എത്താത്തതിനെയും കോടതിയിൽ നിന്ന് വിമർശിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ വീണ്ടും അവിടെ സംഘർഷാവസ്ഥ മാൾഡയിൽ ഉണ്ടായിരിക്കുകയാണ്. മാൾഡയിൽ ഇതേ രീതിയിൽ തന്നെ ഇപ്പോൾ ആളുകൾ പ്രതിഷേധിക്കുകയും അതോടൊപ്പം തന്നെ വലിയ പ്രകടനങ്ങൾ നടത്തുകയും ദേശീയപാത 12 ഉപരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഘത്തിലെ 16 പേരെ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയപാത ഉൾപ്പെടെ ഉപരോധിച്ച് പ്രതിഷേധിച്ചവരിൽ 2 പേരുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.